ഇന്നലത്തെ നെയ്പ്പത്തലിൻ്റെ വീഡിയോ കണ്ടിട്ട് അമ്മ എന്നോട് നെയ്പ്പത്തലിൻ്റെ മാത്രം വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ നെയ്പ്പത്തലിന് 4 ഗ്ലാസ് അരി എന്നിട്ട് ഞാൻ സ്റ്റോറിലത്തെ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് 4 മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ജീരകം, ഉള്ളി, പിന്നെ വലിയ ജീരകം കേട്ടോ, ഉള്ളി, തേങ്ങ ഇത്ര ഇട്ടിട്ട് മിക്സിയിൽ ചതച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ. എങ്ങനെയാണ് കുറച്ച് ലൂസിലടിക്കുന്നുണ്ടെങ്കിൽ ലൂസിലടിക്കുക കേട്ടോ. തരി പോലെ കിട്ടണം, ഇങ്ങനെ നമുക്ക് തൊടുമ്പോൾ ഇങ്ങനെ തരി പോലെ കിട്ടണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കിട്ടണം. അപ്പം അതിലേക്ക് തന്നെ നമുക്ക് അരിപ്പൊടിയില്ല, പത്തലിൻ്റെ അരിപ്പൊടിയില്ല ഉണ്ടാവുമല്ലോ, അതും കൂടി ഇട്ടിട്ട് നല്ല പാലിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പം നിങ്ങൾക്ക് അത് അറിയും, ഇങ്ങനെ കുഴക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചൊരു ടൈറ്റാണ് കേട്ടോ നെയ്പ്പത്തലിന് ഉണ്ടായാൽ. അപ്പോൾ അങ്ങനെ കുഴച്ചിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അതിനെ നമുക്ക് കൈ കൊണ്ട് പരത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരത്തിയിട്ടെടുക്കുക, ഇല്ലെങ്കിൽ പ്രസ്സിൽ ചെറുങ്ങനെ ഒന്ന് അമർത്തിയിട്ട് എടുത്താൽ മതി. ഇത് നേരെ അതിനാ നല്ലത് നെയ്പ്പത്തലാന്ന് മനസ്സിലായാലും അതിൻ്റെ മുകളിൽ ആ തരിയ പോലെ ഇല്ല, അത് അങ്ങനെ പൊന്തിയിട്ട് കാണുമ്പോൾ എന്നിട്ട് അപ്പോൾ നല്ല സോഫ്റ്റായ നല്ല നെയ്പ്പത്തലാന്ന് കേട്ടോ. സ്റ്റോറിൽ തരി ആയതുകൊണ്ട് പിന്നെ പച്ചരി ഒന്നും കൂട്ടാത്തതുകൊണ്ട് നല്ല അടിപൊളി നെയ്പ്പത്തലാണ്.